പക്ഷെ അപ്പോഴും ഈ ആളെന്താ ചെയ്യുന്നത്, എന്താണ് ആളുടെ അതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഒന്നും പോയില്ല. നമ്മള് സിനിമ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരാളെ കിട്ടിയപ്പോൾ നമ്മളൊരാളെ കിട്ടി. അതെ, അതാണ്. അപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഉടനെ വൈകാതെ ഇത് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഇൻഡെഫിനിറ്റ് ആയി പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ നമുക്കിത് പറയാൻ പേടിയായി. അപ്പോൾ പിന്നെ നമ്മൾ ആരോടും ഇത് പറയാതെയായി. ആഗ്രഹം കൊണ്ട് വന്ന് ഒരു ഡയറക്ടേഴ്സിനും ഇത്രയും പ്രതിസന്ധി വരുമ്പോൾ നമ്മളറിയാവുന്ന നമ്മളൊന്നും കൂടെ നിന്നില്ല, പിന്നെ ആരാണ് കൂടെ വയ്ക്കുക? ഇപ്പം നമ്മളവിടെ സംസാരിക്കുമ്പോഴും എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ എങ്ങനെയാ 6ാം തീയതി ഫാമിലി ആയിട്ടാണോ ഇതൊക്കെ ചോദിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇപ്പൊ ഒരു 10 ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും, അതിനകത്ത് 9 ഞാൻ കോമഡി പറഞ്ഞിരിക്കാറ്. ഞാൻ ലോക ചള്ളി അടിച്ച് അതാ നമ്മുടെ കൊച്ചിനൊക്കെ അറിയാം, പറ്റാവുന്ന അത്ര ചള്ളി അടിക്കും. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോൾ ചില സമയത്ത് ഞാൻ ഒരു സ്ഥലത്തും പറയാറില്ല. ഒരു 4-5 മാസം ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്. ആ പണി പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ നിർത്തി പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പറയാൻ താല്പര്യമില്ല. നമ്മളെ തള്ളിക്കളയുന്ന സാഹചര്യങ്ങളെ ഞാൻ പലതും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട് പലരെയും തള്ളിക്കളയുന്നതും. അതിലാവരുത് നമ്മളെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. പെട്ടെന്ന് തന്നെ പറയും, പുള്ളിയെ മറ്റേ ഇറങ്ങാത്ത സിനിമയിൽ അഭിനയിച്ചിട്ടാ വേണ്ട. എനിക്ക് ചിലപ്പോൾ പല സീൻസും എനിക്കിങ്ങനെ ഒരു അവസരം വന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് തോന്നിയിരുന്ന പല സിനാരിയോസും സിറ്റുവേഷൻസും ഉണ്ട്. യങ്സ്റ്റേഴ്സിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് പുള്ളി ഓരോ സിനിമകൾ ചെയ്യുന്നത്, ലൈക്ക് പീക്ക് പെർഫോമൻസസ്. സോ താഴെ നിൽക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ കാണുമ്പോൾ പ്രചോദനം. അദ്ദേഹം ചോദിക്കാൻ മടിക്കുന്നില്ല, പിന്നെ എന്തിന് ഈ ബേസിൽ നിൽക്കുന്നവർ ചോദിക്കാൻ മടിക്കണം? ഓൾവേസ് ആസ്ക്. ആ ഷൂട്ടെല്ലാം തീർന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹന്ന രണ്ടാമത്തെ 3 ദിവസം ഷൂട്ട് നിന്ന് പോകേണ്ടതാ. പക്ഷേ അപ്പം ഞാൻ ഓർത്തപ്പോൾ അന്ന് ഇത്രയും സീൻസ് ഒക്കെ ചെയ്ത് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടതോ, ലൈക്ക്